വെറും ഈ 4-5 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി സൗദി ഗവൺമെന്റ് ഈ സംവിധാനം ഒരുക്കിയത്. ഹാജിമാർക്ക് എത്ര സൗകര്യം ഒരുക്കിയാലും അത് മതിയാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പുള്ളത് 5 വയസ്സായ കുട്ടിയെ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പരിഹരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്താണ് ആ കുപ്പ ഉള്ളത്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇബ്ലീസ് പിളപ്പിച്ചതും ഇബ്ലീസിനെ കല്ലെറിഞ്ഞ് ഓടിച്ച ക്യാമറ ഉള്ളത്. കണ്ടോ? ഗായ്സ്, നമ്മൾ മക്കത്താണ് ഉള്ളത്. ഉംറയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ കുറേ ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കുത്തനെ ഗോപ്രോ ക്യാമറ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പോകുന്ന ബസ് ഇതാണ് നമ്മൾ പോകുന്ന ഗ്രൂപ്പ് വാദിയനൂർ ഗ്രൂപ്പാണ്. അവിടെ ഡ്രൈവറുണ്ട്. നേരെ ബസ്സിലേക്ക് കയറാം. പുസ്തകം കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. പുസ്തകം വരാനുണ്ടോ? പുസ്തകം വരാണ്ട് തന്നെ പുസ്തകത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇവിടുത്തെ ഒരു മക്കത്തെ ചെറിയൊരു സിറ്റിന് ചെറിയൊരു ഭാഗം കാണിച്ചതാണ്. അങ്ങോട്ട് പോകാം. അമ്പരച്ചുംബികളായ ബിൽഡിംഗ്. അത് അങ്ങ് ലാസ്റ്റ് നമ്മളെ ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. ഇതാണ് അൽമലാത്ത് സെമിട്രി ആണിത്. ഇത് നമ്മളെ സ്വന്തം ഉസ്താദിന്റെ പേര് ഞാൻ മറന്നുപോയി. അബ്ദുൽ കരീം. നാട്ടിലെടേനോ? കൊല്ലം കരുനാഗപ്പള്ളി. ഇത് നമ്മളെ ഉസ്താദ്. ഇത് നമ്മളെ ബസ്. ഇപ്രാവശ്യം മക്കത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഫുൾ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണൊക്കെ ഉണ്ടായി, പിന്നെ ആംബ്രുണ്ടായിരുന്നു, ഉമ്മച്ചി ഉണ്ടായിരുന്നു, സുൽഫി ഉണ്ടായിരുന്നു, വാപ്പച്ചി, എല്ലാവരും കൂടി. പിന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള സമയത്തായിരുന്നു. പക്ഷെ മക്കത്ത് എത്തിയപ്പോൾ കുറച്ചൊരു ചൂടുണ്ട്, എന്നാലും വലിയ ചൂടില്ല. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉസ്താദിൻ്റെ ഞങ്ങൾ പോയ ഗ്രൂപ്പിലുള്ള ഉസ്താദിൻ്റെ പറഞ്ഞ് ഒരു ചരിത്രപരമായ കുറേ കരമീന, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഹജ്ജിന് പോകുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് മിനായിൽ കല്ലേറ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതേമാതിരി ഹാജിമാർ ഹജ്ജിന് പോകുന്ന ഒരു അറഫ സംഗമം നടക്കുന്ന സ്ഥലം, അങ്ങോട്ടാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ബസ്സിൽ വന്ന മുഴുവൻ ആളുകളൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഉംറയൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ ചെയ്ത് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിൽ ഞാനും സുൽഫിയും പിന്നെ വാപ്പച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഉമ്മച്ചിയും പിന്നെ കുഞ്ഞിപ്പെണ്ണും ആമറും വന്നിട്ടില്ല. ഒരു റൂമിൽ വന്നു. ഭയങ്കര ഭംഗി, ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നല്ല. ഇതിന് മുമ്പേ സെറ്റപ്പ് തന്നെ, പക്ഷെ ഇപ്പോൾ ഒന്നും കൂടി ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. മക്ക ആ ടൗണൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. റോഡിൻ്റെ ആ സെൻറ്ററിൽ കൂടെ ഒരുപാട് പൂവൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ, പഴയ ബിൽഡിങ്ങുകളൊക്കെ കുറഞ്ഞ്, പള്ളീൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ കംപ്ലീറ്റ് പൊളിച്ചു പോയി. നല്ല നല്ല ബിൽഡിങ്ങുകൾ. പിന്നെ പോകുന്ന വഴിക്ക് പഴയ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി കളയാത്ത രീതിയിൽ പൊളിക്കാൻ വെച്ചാണെന്ന് അറിയില്ല. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ പള്ളി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ പള്ളിയാണ് എന്നും അങ്ങനെയുള്ള ഓരോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഓരോരോ സ്ഥലത്ത് കൂടെ എങ്ങനെ പോകുന്നു. ഇതൊരു വലിയ പള്ളി നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഉസ്താദ് ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഉസ്താദ് മൈക്കിൽ മുമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിലേക്ക് മൈക്കിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. നല്ല നല്ല അടിപൊളി ബിൽഡിങ്ങുകളും പള്ളികളും ഭയങ്കര. മക്കത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം തന്നെ മൊത്തത്തിൽ അങ്ങനെ കറങ്ങണം. ഹറമിൽ പോയി ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരുപാട് കറങ്ങാനുണ്ട്. ശരിക്കും കറങ്ങി അങ്ങനെ വന്ന് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫാമിലി ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്തായാലും മദീനക്കാരായ സംഘം ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വരികയാണ്. മദീനയെ സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ 12 പേർ നിബന്ധനകളുമായി ഉടമ്പടി छोटा मस्जिद देखो, उसका नाम मस्जिद बइआ. പള്ളിയാണോ? മസ്ജിദ് ബൈഅ. എവിടെ കാണുന്നില്ലല്ലോ. റൈറ്റില് ചെറിയ മേൽക്കൂരൊന്നുമില്ല, മേൽക്കൂരും മിനാറൊന്നുമില്ല. കണ്ടോ? ഇതാ ഒരു മഞ്ഞ യെല്ലോ കളറിലെ കണ്ടോ? ഇതാ നീളത്തില് പള്ളിയുണ്ടോ? അവിടെ കണ്ട് കെട്ടിപ്പോ വർക്കെടുക്കാം. ഈ കാണണ്ടോ? കണ്ടില്ലേ? ഇതാണ് മസ്ജിദ് ബൈഅ. ഇപ്പോൾ നാം
ചരിത്രപരമുള്ള മിനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അധിക ദിവസങ്ങളിലും ഹാജിമാർ തങ്ങുന്ന നഗരമാണ് മിന നഗരം. മിന ഉമ്മയുടെ ഗർഭാശയം പോലെ വിശാലമാണെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ പറഞ്ഞത്. എത്ര ഹാജിമാർ ലക്ഷങ്ങൾ വന്നാലും മുകളിലേക്ക് ബില്ലിങ്ങെടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കാൻ മിന വിശാലമാണ്, പ്രവിശാലമാണ്. നാം പോകുന്ന ജംറയുടെ താഴ്ഭാഗത്തേക്കാണ്. എല്ലാവരും ഇറങ്ങി നമുക്ക് നമ്മൾ ജംറ 3rd ഫ്ലോർ ജംറ ഡോർ സാലിസിലാട്ടോ ഉള്ളത്. ഇതാണ് ജംറ. അതവിടെ ജംറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംറയിൽ കല്ലെറിയാന്ന് പറയുന്ന ഒരു ഹജ്ജിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ അങ്ങോട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഉള്ളിൽ കയറാനുള്ള സൗകര്യമില്ല, പെർമിഷൻ ഇല്ല. ഇതാ ഇവിടെയാണ്. രണ്ട് അത് ജംറത്തുൽ വുസ്ത, അത് ജംറത്തുൽ കുബ്ര, അതിലെ ഊല ഉണ്ടോ ലാസ്റ്റ്, അത് ഒന്നാം ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര. ഈ 3 ജംറകളെയാണ് ഹാജിമാർ ഹജ്ജിന്റെ വേളയിൽ കല്ലെറിയുക. 70 കല്ലാണ് മുസ്ദലിഫയിൽ പെറുക്കുക. എത്രണ്ണം? 70. അതിൽ പെരുന്നാളിന്റെ അന്ന് ഈ ജംറയെ മാത്രമേ എറിയുള്ളൂ. സുബഹി കഴിഞ്ഞാൽ, പെരുന്നാളിന് സുബഹി കഴിഞ്ഞാൽ 7 കല്ല് കൊണ്ട് ഈ ജംറയെ മാത്രം എറിയും. പിന്നെ അന്ന് ഏറില്ല. പിന്നെ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ 3 ജംറയെ എറിയും. ഉച്ചപൊരു സമയം ആരംഭിക്കും, ഉച്ചയായ സമയം ആരംഭിക്കും. ആ ജംറയെ 3, ഈ ജംറയെ 3, ഈ ജംറയെ 3, മൊത്തം 7 × 3 21. അങ്ങനെ 3 ദിവസം 21, ഫസ്റ്റ് ദിവസം 7 മാത്രം, മൊത്തം 70 കല്ലാണ് പെറുക്കുക. അപ്പോൾ അതുമായിട്ട് വന്നത് മുമ്പൊക്കെ ഒരു വഴിയുണ്ട്, ഒറ്റ പാസേജ് ആയിരുന്നു. ഇപ്പോൾ 4 നിലയുണ്ട്, ഒരു വഴി പോകാനും ഒരു വഴി വരാനുമാണ്. അപ്പോൾ ഹജ്ജിന്റെ വേളയിൽ ജംറയെ കല്ലെറിയുന്ന ആ ജംറയായി കാണുന്നത് വലിയ ചുമരാണ്. ആദ്യം ചെറിയ സ്തൂപായിരുന്നു പണ്ട്, ഇപ്പോൾ വലിയ ചുമരാക്കിയിട്ടുണ്ട്. എവിടെ കല്ലെറിഞ്ഞാലും അതിൻ്റെ എല്ലാ കല്ലും പോയി വീഴുക, അതിൻ്റെ താഴെ മുരട്ടിലേക്ക് പോയി വീഴും, അടിയിലേക്ക്, ഫൗണ്ടേഷനിലേക്ക്. അപ്പോൾ അതാണ് കാണുന്നത് ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര. മനസ്സിലായോ? ഇവിടെ അല്ല ഹിന്ദിയിലും പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞൊരു ബ്ലോഗ്, ഹിന്ദിയിലും ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹിന്ദിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹിന്ദി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ കൂടെ വന്നവർ, ഓൽക്കും പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ ചുറ്റും ഫുള്ള് അങ്ങോട്ടൊക്കെ ഭയങ്കര അടിപൊളി മലകളാണ്ടോ. യൂട്യൂബ് ചാനലുണ്ട്. മോൻ്റെ പേരെന്താ? നാട്ടിലെവിടെയാ? പാലക്കാട്, ഒറ്റപ്പാലം. ഇത് നമ്മളെ ഒരു പുതിയ സബ്സ്ക്രൈബറാണ്. ചാനൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സബ്സ്ക്രൈബ് ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ച്, ചെറിയൊരു ചാനലടാ. ഇത് നമ്മൾ വന്ന ബസ്സാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ് 10, പെരുന്നാളിന്റെ അന്ന് മുതൽ 10, 11, 12, ഇതാണ് ഇവിടെയാണ് മിനായിൽ റായൽ പാർക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ടെന്റുകൾ, ഈ ഫ്ലാറ്റൊക്കെ അപ്പാർട്ട്മെന്റുകൾ. ഇവിടെ നോക്കാം, അവിടെയാണ് ലഭിതങ്ങൾ ഹൈമ കെട്ടിയിരുന്നത്. ഹജ്ജിന്റെ വേളയിൽ ലഭിതങ്ങളുടെ ഹൈമ അവിടെ ഉണ്ടായിരുന്നു. 70ഓളം സഹാബികൾ. നമുക്കും പങ്കുചേരാം, പ്രശ്നമൊന്നുമില്ല. പൈസ ഉണ്ടാട്ടോ ഉണ്ടാട്ടെ തോനെ. റിയൽ എസ്റ്റേറ്റ് കമ്പനി, പിൽഗ്രിംസ് ഹൗസിംഗ് ടവേഴ്സ്, അൽ ജൗഹറ. കിട്ടൂല ഓരോ ഹൈമയിലും 30-35 പേർക്ക് താമസിക്കാത്ത. അതിൽ താഴെ കാർപ്പറ്റൊക്കെ വിരിച്ച് എസിയും കോവും ചാരി വെക്കി. റൈറ്റിലേക്ക് നോക്കി, മുമ്പിലേക്ക് നോക്കി. ഇതാണ് മിനിയുടെ സൗന്ദര്യം. 10,000 കണക്കാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വെറും ഈ 4
5 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി സൗദി ഗവൺമെന്റ് ഈ സംവിധാനം ഒരുക്കിയത്. ഹാജിമാർക്ക് എത്ര സൗകര്യം ഒരുക്കിയാലും അത് മതിയാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രൊഫഷണലായ മണിയാണ്. നോക്കിയാ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കി മുഴുവനും മെനിയാണ് ഹൈമകളാണ്. നമ്മുടെ നാട്ടിൽ ലോക്കൽ പണിയില്ല കേട്ടോ, പൈസ വെക്കാനാ 4 ദിവസം കൊണ്ട് പോണില്ല. അല്ല നാട്ടില് മടക്കി വെക്കുന്ന റോഡാണല്ലോ പുള്ള. ये बहन में पूरा मिला है, लेफ्ट राइट में देखो पूरा मिला है खैमा का. ഇസ്മായിൽ നബിയെ അറുക്കാൻ കിടത്തിയ സ്ഥലത്താണ് ആ കുമ്പുള്ളത്. 5 വയസ്സായ കുട്ടിയെ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്താണ് ആ കുമ്പുള്ളത്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇബ്ലീസ് പിഴപ്പിച്ചതും ഇബ്ലീസിനെ കല്ലെറിഞ്ഞ് ഓടിച്ച ജംറ കണ്ടത്. കണ്ടോ പൈസ? അതിന് പകരം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ ആടുമായി വരികയും ഇസ്മായിൽ നബിക്ക് പകരം ആടിനെ അറുക്കുകയും ചെയ്തു. അതിന്റെ ഓർമ്മയായിട്ടാണ് മുഅ്മിനീങ്ങൾ, ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാളിൽ ഉലൂഹിയ്യത്ത് അറുക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും എന്തും ത്യജിക്കാത്തിരുന്ന് 90-ാം വയസ്സിൽ കിട്ടിയ കുഞ്ഞിനെ ആദ്യം അള്ളാഹു മക്കയിൽ കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. ആരോരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, വെള്ളമില്ല അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇസ്മായിൽ നബിക്ക് പകരം ആടിനെ അറുക്കുകയും ചെയ്തു. ചരിത്രം പറയുന്നു ആ ആടിന്റെ തല കുറെ കാലങ്ങളായി കായലിൽ തൂക്കിയിട്ടിരുന്നു. കണ്ടേ ഫോട്ടോകൾക്ക് വേണ്ടി ഓർമ്മയുള്ള എന്നുമെന്നും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാകുന്നു ഇസ്മായിൽ നബിയെ അറുക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ച ആ നിശ്ചയദാർഢ്യം, ആ മനസ്സ്, ആ മനക്കരുത്ത്. सुबहानअल्लाह. भाई साहब साइड पे देखो, ये मस्जिद नमीरा है, अरफा का मस्जिद नमीरा. अरफा का दिन लोहर असर इधर जम करके नमाज पढ़ा. ये मस्जिद है, കണ്ടില്ലേ പള്ളി കണ്ടില്ലേ, മസ്ജിദ് നമീറ. ഇവിടെയാണ് അറഫ ഖുത്ബ നടക്കുക. അംസേരമല്ല, വലിയ പള്ളി. ഇതിന് മുമ്പ് അതും കഴിഞ്ഞ് മിമ്പറും മിഹ്റാബും ഉണ്ട്. പക്ഷെ ബാക്കി 80% അറഫക്കുള്ളിലും 70% അറഫിനെ പുറത്തുമാണ്. മസ്ജിദ് നമീറ, മസ്ജിദ് ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നിന്നാണ് ഹജ്ജിന്റെ ഖുത്ബ നടക്കാറ് അറഫ ദിവസം. ഇനി നാം പോകുന്നത് അറഫയിലെ ചരിത്ര സ്ഥലമായ ജബൽ റഹ്മയിലേക്കാകുന്നു. ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബി തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വദാഇൽ ഖുത്ബ ഓതിയ സ്ഥലത്താണ് ജബൽ റഹ്മയുള്ളത്. കാരുണ്യത്തിന്റെ പർവ്വതം. ലോകത്ത് ഇതുവരെ നടക്കാത്ത ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസംഗമായിരുന്നു നബി തങ്ങളുടെ ഖുത്ബ.